ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിലെ ഗർഡറുകൾ ഇടിഞ്ഞ് താഴെ വീണു. ബീച്ചിലെ മേൽപ്പാലത്തിലെ ഗർഡറുകളാണ് നിലംപതിച്ചത്. തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവായത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? അപർണ, അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള ഭാഗത്താണ്. അതായത് ബാപ്പുവൈദ്യർ ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്തെ മേൽപ്പാലത്തിന്റെ ഗഡറാണ് ഇപ്പോൾ തകർന്ന് വീണിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 4 ഗഡറുകൾ നീളത്തിൽ വീണിട്ടുണ്ട്. അതായത് അതിന്റെ ഒരു ഭാഗത്തെ ഒരു ജോയിന്റ് മുഴുവനായി താഴത്തേക്ക് വീണിട്ടുണ്ട്. ഒരു കർവ് വരുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ വീണത്. എന്തായാലും നിലവിൽ ആളപായമില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത് വീണത്, അതായത് ഇത്രയും സുരക്ഷയോടെ ചെയ്യുന്ന ഒരു വിഷയത്തിനകത്ത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക ഉയരുന്നുണ്ട്. ഈ പ്രദേശത്ത് നിരവധി ആളുകളും ഇപ്പോൾ ഉണ്ട്. സാധാരണഗതിയിൽ നല്ല തിരക്കുള്ളൊരു സമയമാണ്. ഒരുപക്ഷെ ഈ സമയം ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു ആളുകൾ ഇതിനടിയിലേക്ക് ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത് ഇവിടെ ചില ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചേട്ടാ, ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? 1 മണിക്കൂറിന് മേളിലായി. ഇതിങ്ങനെ വീഴുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ അടുത്തുണ്ടായിരുന്നു? വലിയ ശബ്ദമാണ്. എന്താ നിങ്ങൾ ശ്രദ്ധിക്കാൻ? ഭയങ്കര ശബ്ദം കേട്ടാ ശ്രദ്ധിക്കുന്നത്. അതുപോലെ വീണൊന്നും നമുക്ക് കാണാൻ പറ്റും. ഒറ്റ അടിക്കാണോ ഇത്രയും? 4 വീണത് ഒറ്റടിക്ക് വേണം. ഇത് ഈ സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു പയ്യൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, 2 പേര് മേളിൽ നിൽപ്പുണ്ടായിരുന്നു. നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വാർഡ് കൗൺസിലറുണ്ട് റീഗോ. അതിന് അടിയിൽ ആരെങ്കിലും ഉണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ? ആളപായമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും. വലിയ തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ്. തിരക്കിനേക്കാൾ ഉപരി ഇവിടുത്തെ വീടുകളിൽ സ്ഥലമെടുപ്പ് നടത്തിയപ്പോൾ വീടുകളുടെ അതിർത്തിയോട് ചേർത്താണ് സ്ഥലമെടുപ്പ് നടന്നത്. കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന വീടുമുറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബൈപ്പാസ് വന്നിരിക്കുന്നത്. ഈ ഗർഡർ വന്നപ്പോൾ ഇതിന്റെ താഴെയുള്ള സ്ഥലം കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. നമ്മളുടെ ആരുടെയോ ഭാഗ്യത്തിനാണ് കുട്ടികളൊന്നും ആ സമയത്ത് കളിക്കാതിരുന്നതും ഇങ്ങനൊരു ആളപായം ഉണ്ടാകാതിരുന്നത്. പക്ഷേ നമ്മൾക്കിതിന്റെ നിർമ്മാണം കാണുമ്പോൾ അറിയാം, നിർമ്മാണത്തിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്, ഇതിൽ അഴിമതിയുണ്ട്. ഇത് കോൺക്രീറ്റുകളും ഇതിന്റെ കമ്പിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഗുണനിലവാരം പരിശോധിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. കാരണം ഇതിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ഒരവസരത്തിലും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരെയും നമ്മൾ കാണാറില്ല. ഇവിടുത്തെ പൈപ്പുകൾ പലതും പൊട്ടി വെള്ളം ഒഴുകുന്ന സമയത്തൊക്കെ ഇതിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് സംഭവിച്ചത്. ആരോട് പരാതി പ്രവണം ചോദിച്ചാൽ ഞങ്ങൾക്കിതുമായി ബന്ധമില്ലെന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ബൈപ്പാസ് എന്ന് പറയുന്ന വേറെ ഏതോ തലത്തിലുള്ള നിർമ്മാണങ്ങളാണ്, ഇതിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട എന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ജീവിക്കുന്നത് സാധാരണക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പോൾ വീടുകളുടെ ഏകദേശം മുകളിലൂടെയാണ് ഈ നിർമ്മാണങ്ങളെല്ലാം പോകുന്നത്. ഇനി ഇവിടെയുള്ള ആളുകളെല്ലാം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭയന്ന് കഴിയേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ ആ ഭയ സാഹചര്യത്തെ ഇല്ലാതാക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആരും വരാറില്ല. സാധാരണഗതിയിൽ ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇവിടെ സൂപ്പർവൈസിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിൽ സൂപ്പർവൈസറായിട്ട് അന്യ സംസ്ഥാനത്തുള്ള ആളുകളാണ് വരാറുള്ളത്. അവരുടെയും സാന്നിധ്യം ഇപ്പോൾ കാണുന്നില്ല. കളക്ടറേറ്റിൽ നിന്നും ഡെപ്യൂട്ടി കളക്ടർമാരൊക്കെയാണ് സാറിനെ വിളിക്കുന്നത്. അവരും കരാറുകാരോട് സംസാരിക്കാമെന്നുള്ളതല്ലാതെ നേരിട്ട് ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദികൾ ആരും തന്നെ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. എന്ത് സംഭവിച്ചാണെന്ന് ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ? ഇവിടെ നിന്ന തൊഴിലാളികളോ മറ്റാരെങ്കിലും, ഈ നിൽക്കുന്ന തൊഴിലാളികളല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും ഇവിടെ ഇല്ല അല്ലേ? ഇല്ല, വേറെ ആരുമില്ല. ഇവിടെ അങ്ങനെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലും അത്തരം ഒരു മോണിറ്ററിംഗ് ഇല്ല എന്നുള്ളതാണോ? ഇല്ല, മോണിറ്ററിംഗ് ഉണ്ടാകാറില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മലയാളികളുടെ സാന്നിധ്യം ഇല്ല ഇവിടെ. അതൊന്നാമത്തെ കാര്യം. ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞ് സംശയം ചോദിച്ചാൽ അതിന് മറുപടി തരാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ അവർ പറയുന്ന രീതി ഇതാണ്, ഇത് ഞങ്ങളുടെ വേറെ ഒരു തലത്തിലുള്ള നിർമ്മാണ രീതികളൊക്കെയാണ്, അത് നിങ്ങൾ ആരും ഇടപെടേണ്ട എന്ന രീതിയിലാണ് ഇവർ പലപ്പോഴും സംസാരിക്കാറുള്ളത്. പക്ഷെ ഇത് വീണ ഘട്ടത്തിൽ തന്നെ ഇത് പൂർണ്ണമായി തകർന്നു. ഇത് ആൾക്കാർ പറഞ്ഞ തെന്നിപ്പോയെന്നല്ല, നമുക്കത് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ഈ കട്ടറുകൾ കണ്ടാൽ ഇത് ഉയർത്തി വെക്കുമല്ലായിരുന്നല്ലോ, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നടുവ് ഭാഗം കുത്തിയാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വേണ്ട, വ്യക്തമായിട്ടുള്ള നിർമ്മാണ രംഗത്തുള്ള പാളിച്ചകൾ തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. വ്യക്തമായ ക്യൂറിംഗ്, ഏതാ സമയം വെള്ളം പമ്പ് ചെയ്യാൻ മറ്റുള്ള ശ്രമങ്ങളൊന്നും ചെയ്യാറില്ല. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഓഡിറ്റിംഗ് ശക്തമായിട്ട് നടക്കുന്നില്ല. സുരക്ഷാ ഓഡിറ്റിംഗ് ആണെങ്കിലും നിർമ്മാണ രംഗത്തെ ഓഡിറ്റിംഗ്
മോണിറ്ററിംഗ് ആണെങ്കിലും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ തോന്നുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. എന്തിനേറെ പറയുന്നു, പാവപ്പെട്ട ജനങ്ങൾക്കുള്ള അമൃത് പദ്ധതിയിൽ പൈപ്പ് കണക്ഷൻ എടുക്കാൻ പോലും ഈ PWDയിലെ ഈ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലും അപേക്ഷ കൊടുത്തിട്ട് മാസങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള അപാകതകൾ കാണുന്നത്. കണ്ട ആളാണോ? നേരെ കണ്ടു വീഴുന്നത് കണ്ടു. വീഴുമ്പോൾ ഞാൻ അവിടെ നിൽക്കുക. വീട്ടില് എങ്ങനെയാ, എന്തായിരുന്നു സംഭവിച്ചത്? ഓപ്പണായിട്ട് കാര്യം പറ്റും. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിൽ ഷെഡ് വിളിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ പുറത്ത് വന്നപ്പോൾ ഇവിടെ എന്നാ വരയ്ക്കാറുള്ളൂ. സത്യം കണ്ട ആളാണല്ലേ? നേരെ വീണു. എന്താ രോമാഞ്ചം ഭയങ്കര ശബ്ദമായിരുന്നോ? ഭയങ്കര ശബ്ദവും പുകയും പൊടിയും കണ്ടതാ. എന്താ രോമാഞ്ചം ഇന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലില്ല. സ്ട്രൈറ്റ് ആയിട്ട് ഈ നടുഭാഗമാണോ ആദ്യം വീണത്? അല്ല, മൊത്തം നാലും ഒരേപോലെ വീണു. ഒരേപോലെ നാലും നേരെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഓപ്പണാ പിള്ളേരെ വിളിച്ചു. വീട്ടിൽ പിള്ളേർ വീട് വെക്കാൻ സമ്മതിക്കാതെ ഒരു ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ എല്ലാം കൂടി നാലും കൂടി ഒരുമിച്ച് പതിക്കുക. അപ്പൊ ഞാൻ മേളിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക. എന്റെ വീട് കിടന്ന് ഇപ്പൊ ഞാൻ ഒരു വീട് ഉൾപ്പെടെ പൊളിച്ചു വീഴും. അത്രയ്ക്ക് സൗണ്ടും, കാരണം ഒരു ബോംബ് പൊട്ടുന്ന പോലെയായിരുന്നു ഈ പ്രദേശം മൊത്തം. ഒരു കുഞ്ഞു അപ്പൊ ഈ തൊഴിലാളികളൊക്കെ ആ സമയത്ത് ഒരാള് ഒരു റെഡ് ടീഷർട്ട് ഇട്ട് ഒരുത്തുണ്ടായിരുന്നു. അവൻ അവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മാറി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ. പിന്നെ രണ്ടുപേരും മേളിലുണ്ടായിരുന്നു. ആരും ഉണ്ടാവില്ല. ഞാൻ കണ്ടത് ഇവന് ഈ ടീഷർട്ട് ഇട്ട ചുമപ്പ് ടീഷർട്ട് ഇട്ട അവൻ ഹിന്ദിക്കാരൻ പയ്യൻ അവൻ അങ്ങോട്ട് മാറുന്നു. അപ്പൊ നിർമ്മാണത്തിനായി തൊഴിലാളികൾ മുകളിലും ഉണ്ടായിരുന്നു. അപ്പൊ അകത്ത് ആരും ഉണ്ടാവില്ല അല്ലേ? ഇല്ലെന്നുള്ളതാണ് അവരുടെ ചോദിച്ചപ്പോഴും ഇല്ലെന്നുള്ളതാണ് നമ്മുടെ. ഒരാൾ രണ്ടുപേരുണ്ടായിരുന്നു. അത് ഒരാൾ വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടി ഞാൻ കണ്ടോണ്ടിരിക്കുവാ. പിന്നെ ഒരാള് പോയാൽ ടാങ്ക് ലോറി നനക്കാൻ വേണ്ടി വരും. കാരണം ഈ സൈഡ് നനക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ടാങ്ക് ലോറി കൊണ്ടിടുന്ന സ്ഥലം ഇതാ. അതിനകത്തും കാണാൻ രണ്ടുപേര്. ദൈവഭാഗ്യമാണ് എന്തായാലും. ഭാഗ്യം തന്നെയാണ്. അതാണ് അപർണ. അതായത് മേൽപ്പാലത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഗഡറുകളാണ് ഈ ഒരൊറ്റ ലാപ്പിനകത്ത് 4 ഗഡറുകളാണ് ഉണ്ടായിരുന്നത്. ഈ 4 ഗഡറുകളാണ് ഇപ്പോൾ നിലം പതിച്ചിരിക്കുന്നത്. വീഴ്ചയിൽ നമുക്കറിയാം അതിന്റെ നടുഭാഗം കുത്തിയാണ് വീണിരിക്കുന്നത്. ഇവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറയുന്നത് വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇത് താഴത്തേക്ക് വീണത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം തളിക്കുന്നതിന് വേണ്ടി ടാങ്കർ ലോറി എത്താറുണ്ട് വെള്ളവുമായി. ആ ലോറികൾ തീർച്ചയായിട്ടും വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായതും. ഈ നിർമ്മാണത്തിലിരിക്കുമ്പോഴാണ് ഈ ഗഡറുകൾ തകർന്നു വരുന്നത്. ഏതായാലും ഈ നിർമ്മാണത്തിന്റെ അപാകത ഒക്കെ വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ആ തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതായിട്ട് വരും. ജീവാപായം ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ശരണ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത്.